നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സാറിൻ്റെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം യൂട്യൂബിലൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ തലക്കെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അമേരിക്ക അല്ലേ മധ്യസ്ഥത വഹിച്ചതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അങ്ങനെ അല്ലെന്ന് തരൂർ. അതിൻ്റെ ടൈറ്റിലായി അദ്ദേഹം ഇട്ടത് അമേരിക്കയിൽ ചെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ പൊളിച്ചടുക്കി ശശി തരൂർ. അതാണ് അതിൻ്റെ തലക്കെട്ട്. സംഗതി അത് കണ്ടപ്പോൾ പണിക്കർ സാറിന് അങ്ങനെ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മൾ ചില ആളുകൾ ചിലയിടത്ത് ഇങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ അവനവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നവനല്ല സാധാരണ. അവൻ കറങ്ങി നിൽക്കുന്നെങ്കിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് പറഞ്ഞതുപോലെ പണിക്കർ സാറിൻ്റെ ആ കറക്കമാണ് എന്നെയും അവിടേക്ക് എത്തിച്ചത്. ഞാനും ഇങ്ങനെ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ശശി തരൂർ സാറിൻ്റെ ഒരു കട്ട ഫാൻ കൂടിയായിരുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ജാർഗൺസും ആ പ്രയോഗങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് പദാവലിയുടെ ആ മനോഹാരിതയും ഒക്കെ കണ്ട് ഇങ്ങനെ കേട്ട് ലൈവായിട്ടൊക്കെ കേട്ട് അങ്ങനെ കത്തി നിന്ന് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നമ്മുടെ പണിക്കർ സാറിൻ്റെ ഈ പോസ്റ്റ് കണ്ടത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലിറങ്ങി കാര്യങ്ങൾ പഠിച്ചപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന നമ്മുടെ തരൂർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള നിവേദക സംഘം ഈ അമേരിക്കയിലും അതുപോലെ ഗയാനയിലും ഒക്കെയുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ മലയാളം പത്രങ്ങൾക്കും ഇന്ത്യയിലെ ഗോഡി മീഡിയാസും പിന്നെ കുറേ യൂട്യൂബർമാർക്കും ഒക്കെയുള്ള കണ്ടൻറ്റ് കിട്ടുന്ന തങ്ങളുടെ ആ ഒരു ഭാഷാപരമായ ചടുലതയും ഒക്കെ കാണിക്കുന്നതിനപ്പുറത്ത് അവർ പോയ സമൂഹങ്ങളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് ചില അനാലിസിസുകളൊക്കെ കാണാനിടയായി. എന്നുവെച്ചാൽ അമേരിക്കയിലേക്ക് ഈ സംഘം പോകുന്നത് അമേരിക്കയിലെ ജനസമൂഹത്തിനെയും അവിടുത്തെ ഡിപ്ലോമാറ്റ്സുകളെയും അവിടുത്തെ ഒരു പൊതുമനസാക്ഷിയെയും ഒക്കെ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണല്ലോ. അങ്ങനെ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് പണിക്കർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനും കോൺഗ്രസ്സിന് മറുപടി പറയാനുമാണ് പോയതെങ്കിൽ അതിനിപ്പോൾ അമേരിക്കയിൽ പോകണ്ടല്ലോ ഈ കൂട്ടുമൊക്കെ ഇട്ട് തിരുവനന്തപുരത്തിരുന്ന് പറഞ്ഞാലും മതിയല്ലോ. ആ ദൗത്യം പുള്ളി ഇടയ്ക്കിടയ്ക്ക് നിർവഹിക്കുന്ന ആളുമാണല്ലോ. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ എവിടെയാണോ അദ്ദേഹത്തിൻ്റെ കസേര ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ കസേരയ്ക്കിട്ട് പണിയുന്ന തരത്തിലുള്ള പരിപാടികൾ പല സന്ദർഭത്തിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ അദ്ദേഹം പ്രയോഗിക്കാറുണ്ട്. അതിൽ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. ഇപ്പം നേരത്തെയൊക്കെ പല സന്ദർഭത്തിലും UDF പ്രതിക്കൂട്ടിലാക്കുന്നത് പോലെ പലതും പറയാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഞാൻ കണ്ട വാർത്ത ശരിയാണെങ്കിൽ തുർക്കിക്ക് കൊടുത്തതിനെയൊക്കെ വിമർശിച്ചതിലും പിന്നെ അതോടൊപ്പം തന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിലുമൊക്കെ അതിൻ്റെ ഒരു സാങ്കത്യം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ അടിയോടടിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുറേ കാര്യങ്ങൾ ഈ അമേരിക്കയിലെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് തിരക്കിയപ്പോൾ ചില കാര്യങ്ങളുണ്ടായി. അതിലെനിക്ക് കിട്ടിയ ബോധ്യമായ വിവരങ്ങളിലൊന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ച ആ പ്രസംഗം നമ്മൾ ഇന്ത്യക്കാർക്കും മലയാളികൾക്കുമൊക്കെ വളരെ ആവേശമുണർത്തി. സത്യമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഭാരതീയർക്ക് വേണ്ടി ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന തെമ്മാടി രാജ്യം ഭീകര രാജ്യം നമ്മുടെ മേൽ നടത്തുന്ന നമ്മുടെ ഭാരതീയരായ ആളുകളുടെ മേൽ നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് കേൾക്കുമ്പോൾ വലിയ ആവേശം ഉണ്ടാവും. പക്ഷേ അവിടെ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിലോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ചാനലുകളിലോ ഒന്നും ഈ പോയതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചോ ഉള്ള ഒരു വാർത്തകളും ഉണ്ടായില്ല എന്നതാണ് അവിടെ നിന്ന് വിശ്വസനീയമായ പല കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രിൻ്റ് മീഡിയാസ് വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, LA ടൈംസ്, വാൾ സ്ട്രീറ്റ് ജേണൽ, USA ടുഡേ എന്നിവയാണ്. മേജർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് CNN, വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ഫോക്സ് ഒക്കെയാണ്. മേജർ TVs എന്ന് പറയുന്നത് NBC, ABC, CNN, CBS, ഫോക്സ്, ESPN ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചാനലുകളും ന്യൂസ് പേപ്പറും ഒക്കെ. ഒരു ഡിപ്ലോമാറ്റിക് സംഗതിയുമായി പോകുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പകരം ഇന്ത്യയിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ ഗവൺമെൻറ് പോലും ഇവരെ അയച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ പണിക്കർ അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പണിക്കരൂടെ ആ ദൗത്യം വിജയിച്ചതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിൻ്റെ ഒരു താല്പര്യം എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം. എന്ന് വെച്ചാൽ അവിടെ യഥാർത്ഥത്തിൽ ഈ പണിക്കർ സംഘത്തിൻ്റെ ഒക്കെ താല്പര്യം അമേരിക്കയിൽ ഇത് അറിയിക്കലും അമേരിക്കയെ പറയലും അല്ലെങ്കിൽ അമേരിക്കൻ സമൂഹത്തിലേക്ക് ഇത് എത്തിക്കലും ഒന്നുമല്ല. എന്ന് മാത്രമല്ല തരൂർജിയുടെ പത്രസമ്മേളനം നടന്നതുപോലും ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ചാണെന്നാണ് കേട്ടത്. പിന്നെ അവിടുത്തെ കോൺഗ്രസ്സുകാരും ഇത്തവണ പുള്ളിയെ ആഘോഷിക്കാനായി ചെന്നില്ലെന്നും കേൾക്കുന്നുണ്ട്. കാരണം
അങ്ങനെ ചെല്ലാതിരുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടാണ് പോയത്, രാജ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്, അല്ലാതെ പാർട്ടിക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാർ വിചാരിച്ച് കാണും പുള്ളി രാജ്യത്തിനായി നിലകൊള്ളട്ടെ എന്ന്. അപ്പോൾ കോൺസുലേറ്റിൽ വെച്ച്, അവിടുത്തെ കോൺസുലേറ്റിൽ വെച്ച് പത്രസമ്മേളനം നടത്തിയപ്പോൾ ആരൊക്കെയോ കുറച്ച് ഹിന്ദി മാധ്യമ പ്രവർത്തകർ, പിന്നെ അവിടുത്തെ മലയാളത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ കഴിഞ്ഞ് അവിടുത്തെ മാധ്യമങ്ങൾ അത്രമേൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ചില സംഗതികൾ ചെയ്യണം. പിന്നെ അദ്ദേഹം അവിടെ പറഞ്ഞ വാചകമായി നമ്മൾ ആഘോഷിക്കുന്നത് അത് കറക്റ്റുമാണ്. ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാരെ, 5ഓളം പ്രസിഡന്റുമാരെ പുള്ളി കണ്ടിട്ടുണ്ട്. 2 ബുഷുമാരെ കണ്ടു, ക്ലിൻ്റനെ കണ്ടു, ബറാക്ക് ഒബാമയെ കണ്ടു. അവർക്കൊക്കെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡും ഒരു മാന്യതയും ഒരു അന്തസ്സും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻറ്റിന് അതില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ അത് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറിലും ഞാൻ ഇടപെട്ടു, കച്ചവടം കാണിച്ചു എന്നൊക്കെ പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ്റിന് ഇതേ മറുപടി ഈ ജയശങ്കറും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിജിയും ഒക്കെ അല്ലേ കൊടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് അത് അവരൊക്കെ കൊടുത്താൽ പ്രശ്നമാവില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അപ്പം എന്താ തരൂർ കൊടുത്താൽ പ്രശ്നമാവില്ല, തരൂർ അത്ര ചെറിയ ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്ന ആകെ ഒരു സംഗതി. അപ്പോൾ അത് കണ്ടായിരിക്കണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ പണിക്കർ സാറിന് ഈ കോൺഗ്രസ്സിന് മറുപടി പറഞ്ഞു, രാഹുൽ ഗാന്ധിക്ക് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് പണിക്കർ സാറിന് സന്തോഷമുണ്ടാക്കിയത്. പിന്നെ ആ ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടവും. ഈ അടുത്ത സമയത്താണ് സാറിന് തരൂരിനെ ഇഷ്ടമായി തുടങ്ങിയത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തരൂർ ഇത്രയും വലിയ ഒരു മഹാനായ മനുഷ്യനായിരുന്നുവെന്നും മഹാന്മാരുടെ മഹാനാണെന്നും ഒരുപാട് മഹത്വവും മഹത്വാധിഷ്ഠിതമായ ബഹുമാന്യതയും അതിനേക്കാൾ മഹത്വവുമുള്ള ഒരാളായിരുന്നു എന്നും നേരത്തെ പണിക്കർ സാറിന് തോന്നിയില്ലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഏതായാലും അങ്ങനെ ഒരു വലിയ മനുഷ്യനെ പണിക്കർ സാർ തിരിച്ചറിഞ്ഞതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്.